ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും നവീനും ഒരു ട്രിപ്പ് മൂഡിലാണ്. എങ്ങോട്ടാണെന്നല്ലേ? നേരെ ഹംപിയിലോട്ടാണ്. എന്തിനാന്നൊക്കെ ഉള്ളത് പറയാം. അങ്ങനെ ഞങ്ങൾ രാത്രി ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. രാത്രിയിൽ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മളൊരു മൈസൂർ ദബയിൽ കയറി ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ നേരെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും രാത്രി 12 മണിയായി. രാത്രി 12 മണിക്ക് എന്താണ് വിശേഷം? നമ്മുടെ നവിന്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഓ ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ സുഖണ്ട ആഘോഷിക്കാനായിട്ട് അത് വെറുതെ ഇങ്ങനെ ചുമ്മാ വണ്ടി ഓടിച്ച് പോയപ്പോൾ ചിത്രദുർഗ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ അപ്പോൾ കുറച്ച് വെട്ടം വിളിച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നടു റോഡിൽ നിന്ന് കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. പിന്നെ എന്തായിരുന്നു, ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ വീണ്ടും ട്രിപ്പ് മൂഡിലാണ് നമ്മളെല്ലാവരും. ഞാനും അവനും. ഹാപ്പി ബർത്ത്ഡേ. പിന്നെന്താ, അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് ആൾക്കൊരു ചെറിയൊരു വീഡിയോ സർപ്രൈസ്, എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ. അങ്ങനെ ഒരു വീഡിയോ സർപ്രൈസ് ഞാൻ കൊടുത്തു. ആളുടെ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ്, ആളുടെ കുറച്ച് ഗ്യാങ്, എല്ലാവരും എല്ലാവരെയും വിളിച്ച് നമ്മളിങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കൂടെ കൊളാജ് ചെയ്തിട്ട് ഞാൻ ആൾക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. സോ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് സർപ്രൈസായി ആളുടെക്കിലേക്ക് പോയി. കിളിക്കോ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത കുറേ വിഷസ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ സാക്ഷാൽ നവിനും ലച്ചുവാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ ടണലിൽ കൂടെ ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെന്താ, അങ്ങനെ നമ്മൾ ഹംപിയിലെത്തി. പാതിരാത്രിയാണ് ഹംപിയിലെത്തിയത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഒരു ടെൻറ്റ് സ്റ്റേ ആയിരുന്നു നമ്മൾ നോക്കിയത്. ഇത് വന്നിട്ട് എന്താ, മൗഗ്ലി കഫേ, അതാണ് ഈ കഫേയുടെ പേര്. അടിപൊളിയായിരുന്നു. ടെൻറ്റ് സ്റ്റേ ഒക്കെ നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ തണുപ്പായതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു വിഷയമേ ഇല്ല. ഈ കാണുന്നതാണ് അവിടെ നിന്നുള്ളൊരു വ്യൂ. അതായത് അവിടുത്തെ കഫേയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. ഫുൾ പച്ചപ്പാണ് കേട്ടോ. ഒരു സൈഡ് ഫുൾ പച്ചപ്പും അതിൻ്റെ മറു സൈഡ് എന്താണെന്നല്ലേ, അതാണ് ഹംപിയുടെ ഹൈലൈറ്റ്. ഫുൾ റോക്സ് ആണ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നതാണ് കഫേ. അപ്പോൾ ഇവിടെ ഇരുന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതും അങ്ങനെയൊക്കെ. പിന്നെന്താ, ഇതിപ്പോൾ നമ്മൾ എണീറ്റപ്പോൾ തന്നെ ഒരു 11 മണി, 10 കഴിഞ്ഞ് 11 മണിയായി എന്തായാലും. കാര്യം നല്ല ടയർഡായിരുന്നു. ബൈക്ക് ഡ്രൈവ് ചെയ്ത് 350 കിലോമീറ്റേഴ്സ് ആയിരുന്നു, നിയർലി വൺ സൈഡ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്നാലും സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് നമ്മളൊന്നും അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല. ചുമ്മാ വേലത്തരം കാണിക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ റിസ്ക് ആയിരിക്കും. പക്ഷെ മര്യാദയ്ക്ക് ഒരു 60-50 ആവറേജ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ സേഫ് ആയിട്ട് നമുക്ക് ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഹംപി ഫ്രം ബാംഗ്ലൂർ. സോ ഇത് ആ ടെൻറ്റിൻ്റെ ഒരു പോർഷനായി കാണുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കാണണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. സോ ഇതൊക്കെയാണ് പോകുന്ന വഴി ഒന്നും ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. ഫുൾ എന്താ പറയുക, ഹംപി എന്ന് പറയുന്നത് ഫുൾ എന്താ, ഈ റോക്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ. കുറേ കാര്യങ്ങളാണ്. അപ്പം നമ്മളെപ്പോഴും ട്രിപ്പിന് പോകുമ്പോൾ ഈ മൗണ്ടൻ വ്യൂ, ഗ്രീനറി, അതൊക്കെയല്ലേ എപ്പോഴും ഞാനൊക്കെ എപ്പോഴും കൂടുതൽ അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതൊരു വലിയ ഹൈലൈറ്റ് ആണ്. നോക്കി, ആ ഒരു ഒരുപാട് വയലുകളുണ്ട് അവിടെ. ഭയങ്കര കളർഫുള്ളാണ്. ആ ഗ്രീൻ കളർ എന്ന് പറയുന്നത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സ്പോട്ടിൽ നമ്മൾ ഇറങ്ങിയതാണ് ഇതെന്ന് പറയുന്നത് വിരുപുര കാട് എന്ന് പറയുന്ന ആ ഒരു ഗേറ്റ് ആണ്. അതായിരുന്നു ഫസ്റ്റ് നമ്മുടെ സൈറ്റിൽ വന്നത്. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പാലത്തിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇതിൻ്റെ താഴെ കൂടെ പോകുന്നത് തുംഗഭദ്ര ഡാമിലോട്ടുള്ള വെള്ളമാണെന്ന് തോന്നുന്നു അതൊക്കെ. ഐ തിങ്ക് സോ. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ, ബൈക്ക് ഓടിക്കാൻ സൂപ്പർ. പിന്നെ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് ഹംപിയിലുള്ള ക്യൂൻ ബാത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണത്. ഒരു രക്ഷയില്ല. അതിൻ്റെ അടുത്തൊക്കെ നല്ല അടിപൊളി പരിസരങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്തെ സ്ട്രക്ചേഴ്സ് എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഈ പണ്ട് കാലത്ത് ഇത്രയും അടിപൊളി സ്ട്രക്ചേഴ്സിലൊക്കെ എങ്ങനെയാണ് ഇവർ ബിൽഡിംഗ് പണിയുന്നതെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. ഓരോരോ പഴയ പാട്ടുകളൊക്കെയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോയ സ്ഥലമാണിത്. മഹാനവമി ദിബ്ബ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കുറേ ഇങ്ങനെ പഴയ പൊളിഞ്ഞ കെട്ടിടമാണ് അതൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ ആലോചിക്കുക, പണ്ട് കാലത്ത് ഇതൊക്കെ വളരെ ലൈവായിട്ട് എന്താ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമല്ലേ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു. പിന്നെ ഇതെനിക്ക് ഫേവറേറ്റ് സ്പോട്ടാണ്. കുറേ പാട്ടുകളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു, സിനിമാ പാട്ടുകളൊക്കെ. ആ ഒരു സ്ഥലം നമ്മൾ പലയിടത്തും കാണാറുണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, പിന്നെ ഇതാണ് ഫുൾ വ്യൂ. അവിടെ നിന്നിട്ട് നമുക്കൊരു വ്യൂ കാണാൻ പറ്റുന്നതാണിത്. ഒരു ചെറിയൊരു ഹൈറ്റാണ് ഈ ഒരു സ്ഥലം. ഫുൾ റോക്സും ഗ്രീനറിയും കൂടെ ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണത്. ഇതൊക്കെ അതിൻ്റെ ഉൾഭാഗമാണ്. ഈ ഒരു സ്ഥലത്തിൽ പോകുമ്പോൾ തന്നെ നമുക്ക് പല പല സ്പോട്ടുകളാണ്. ഇത് എന്താ പറയുക, റോക്കിൻ്റെ ഡോറാണ് കേട്ടോ. ഇപ്പോൾ റോക്കിൽ തന്നെ അവർ പാറയിൽ ചെയ്തു വെച്ചൊരു ഡോറാണ്. പിന്നെ അതിനുശേഷം ഒരു ടെമ്പിളാണ്. അത് നമ്മളൊരു രാമ ടെമ്പിളാണ്. ഇതൊക്കെ ശ്രീരാമൻ്റെ ഒരു ടെമ്പിളാണ്. പക്ഷേ ഇതിനകത്ത് പ്രതിഷ്ഠകളൊന്നുമില്ല. പണ്ട് പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ
ചെരുപ്പൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെയുള്ള ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസൊക്കെ അവർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ദേവസ്ഥാനമായിരുന്നല്ലോ പണ്ട്, അതുകൊണ്ടായിരിക്കാം. ഈ ഈ കല്ലിൽ ഉള്ള പണികൾ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ. അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ. എന്ത് രസമായിട്ടാണ്. കാര്യം എനിക്ക് പൊതുവേ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ എസ്പെഷ്യലി അതിൻ്റെ സ്ട്രക്ചേഴ്സ്. പിന്നെ അവിടെ പോകുമ്പോൾ നമുക്ക് ചുമ്മാ ഇതുപോലെയൊക്കെ ഓരോ വട്ടുകൾ കാണിക്കാൻ തോന്നി. ചുമ്മാ ഓരോരോ കണ്ടംപററി സ്റ്റൈലൊക്കെ പണ്ട് പഠിച്ചതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും ബോറായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഈ കുരങ്ങന്മാർ എൻ്റെ പൊന്നെ, ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. കാര്യം നമ്മൾ നോർമലി മൂന്നാറിലൊക്കെ പോകുന്ന വഴി കാണുന്ന ഒരു കുരങ്ങന്മാരല്ല, അവന്മാർ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ലോട്ടസ് ടെമ്പിളിൽ വന്നു. എനിക്ക് വീണ്ടും പറയാൻ വാക്കുകളില്ല. ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ലോട്ടസിനെ പോലെ ഇരിക്കുന്ന ഒരു ടെമ്പിൾ. ആ ഫെതേഴ്സ്, ലോട്ടസിൻ്റെയൊക്കെ ആ ഒരു ഫെതേഴ്സ് അല്ല, പെറ്റൽസ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും. എനിക്ക് നമുക്ക് താജ്മഹലൊക്കെ ഓർമ്മ വന്നു കേട്ടോ, ഇൻസൈഡ് സ്ട്രക്ചർ കാണുമ്പോൾ. ഇതിൻ്റെ ഉള്ളിലോട്ട് അവന്മാർ കയറാൻ ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. നമ്മളൊന്ന് പടിയിലിരിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ വിസിലടിക്കും, ഇതാ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പക്ഷെ ഒരു രക്ഷയില്ല. പക്ഷെ നമ്മൾ കാണാണ്ടൊക്കെ പടിയിലേക്ക് കയറി ഇരുന്നു കുറേ ഫോട്ടോ എടുക്കാനായിട്ട്. വരിക, ഓരോരോ സ്പോട്ടിൽ ഇറങ്ങുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതെല്ലാമാണല്ലോ പതിവ്. ഒരു രക്ഷയില്ല. ഇവിടുത്തെ സ്ട്രക്ചേഴ്സ് അടിപൊളിയാണ്, ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ. പിന്നെ ഇതൊക്കെ അതിൻ്റെ ചുറ്റുപാട് കാണുന്ന സ്ഥലങ്ങളാണ്. കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അവധിക്കാണ് പോയത്. ജനുവരി 14 ഒരു എന്താ പൊങ്കൽ ഡേ, അതിൻ്റെ അവധിക്കാണ് പോകുന്നത് കണ്ടത്. ഇത് വന്നിട്ട് എലിഫൻറ്റ് സ്റ്റേബിൾ എന്നാണ് ഇതിൻ്റെ പേര്. ലൈക്ക് ആനകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പണ്ട് പണിത് സെപ്പറേറ്റ് സ്ഥലമായത്. ഇത് ഗാർഡ്സ് ഹൗസ് എന്ന് പറയും. ഗാർഡ്സ് ഹൗസ് എന്തായിരിക്കും എന്നുള്ളത് എനിക്കും അങ്ങോട്ട് അറിഞ്ഞൂടാ കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും സെക്യൂരിറ്റി പർപ്പസ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ എന്ത് യുണീക്കായിട്ടാണ് ഓരോരോ പണിതേക്കുന്നത്. പിന്നെ കുറേ കല്ലിലെ പ്രതിമകൾ, കൊത്തുപണികൾ ഒരുപാടുണ്ട് ഇതിനകത്തൊക്കെ. ചുമ്മാ ഇങ്ങനെ കണ്ട് രസിച്ച് നടക്കുക എന്നുള്ളതേ ഉള്ളൂ. സൂപ്പറാണ്. പക്ഷെ എന്തായാലും പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി വന്ന് എന്താ പറയുക, 2, 3, 4 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഹംപി. ഇത് എൻ്റെ ഒരു ലോങ് ടൈം വിഷാണ് ആക്ച്വലി നടന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും, ഞാനും ഫ്രണ്ട്സും കൂടെ പ്ലാൻ ചെയ്യും, പോസ്റ്റ്പോൺ ചെയ്ത് പോകും. ബട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂർ ഉള്ളത് കൊണ്ടും എസ്പെഷ്യലി നവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടും എങ്ങോട്ടെങ്കിലൊക്കെ ഒരു യാത്ര ചെയ്യേണ്ടത്, സ്ഥിരം പോകുന്ന പോലെ ഒരു കഫേ പോയി അങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും മെമ്മറബിൾ ആയിരിക്കണ്ടേ. പിന്നെ ഓഫ് കോഴ്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് കുറേ നാളായി, സ്റ്റോറീസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അങ്ങനെ കൂടെ ആലോചിച്ചപ്പോഴാണ് ഹംപിയിലോട്ടൊന്ന് പോയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാകുമ്പോൾ ഒരു 350 കിലോമീറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോരാന്നിട്ട് നമുക്ക് ഹോളിഡേ ആയിരുന്നു. അങ്ങനെ എന്തായാലും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു അത്. ഇത് പോകുന്ന വഴിക്ക് ഒരു നരസിംഹ ടെമ്പിളിൻ്റെ ഒരു പോർഷനാണത്. അവിടെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനും അത് കാണാനൊക്കെ ആയിട്ട്. ബട്ട് ഇറ്റ്സ് ഗുഡ്. അങ്ങനെ വീണ്ടും ട്രാവൽ ചെയ്തു. അടുത്തടുത്ത സ്ഥലങ്ങൾ നമ്മൾ ഇതൊന്നും പ്രീഫിക്സ്ഡ് അല്ല, ബട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കാണുമ്പോൾ അങ്ങ് ഇറങ്ങുന്നതാണ്. പിന്നെ ഇത് ഒരു ടെമ്പിളാണ്, ശ്രീകൃഷ്ണ ടെമ്പിൾ. സോ അതിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ടെമ്പിളിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആദ്യം ശ്രീരാമ ടെമ്പിളിൽ പോയി ഇനി അടുത്ത ശ്രീകൃഷ്ണ ടെമ്പിളിലാണ് പോകുന്നത്. ബട്ട് എല്ലാ ടെമ്പിൾസും കാണാനൊക്കെ ലൈക്ക് ഒരേപോലെ ആണ്. ബട്ട് അതിൻ്റെ ഉള്ളിലുള്ള കൊത്തുപണികളും അതൊക്കെ കുറേ ഡിഫറൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ തൂണിൻ്റെ ആ ഒരു സ്ട്രക്ചറില്ല, അതും അടിപൊളിയാണ് കേട്ടോ, ഭയങ്കരമാണ്. നമ്മൾ ആലോചിക്കണം, നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ തന്നെ കഷ്ടപ്പെടും. ബട്ട് പിന്നെ ഫോൺ അല്ലെങ്കിൽ ക്യാമറ ഓണാക്കി എവിടെ വെച്ചാലും ഫ്രെയിമാണ്, സൂപ്പറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ വന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷൂട്ടൊക്കെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാനൊക്കെ വന്നു. പക്ഷേ ഇത് റിയലി അൺഎക്സ്പെക്റ്റഡ് ആണ്. എനിക്ക് ആക്ച്വലി ഈ വ്ളോഗ് ചെയ്തിട്ട് ഒരു പരിപാടി എനിക്ക് അറിയത്തൊന്നുമില്ല. ബിക്കോസ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ എനിക്ക് ഒട്ടും കോൺഫിഡൻസേ ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെ പറയണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ലോട്ടസ് ടെമ്പിളിൻ്റെ മുമ്പിൽ എനിക്കൊരാൾ ഒരു ഹംപിയുടെ ബുക്ക് വേണമെന്ന് പറഞ്ഞ് തന്നായിരുന്നു. സോ അത് വാങ്ങിച്ചു. അപ്പോൾ അതും നമുക്ക് ഒരു ഗൈഡ് പോലെ ആയിരുന്നു, എങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ വോയിസ് ഓവർ കൊടുക്കുന്നിടത്ത് സ്ഥലങ്ങളുടെ പേരൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ. പിന്നെ അതൊക്കെ വെച്ചിട്ട് വീണ്ടും ഓർത്തെടുത്തിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞൊപ്പിച്ചത്. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ വേറൊരു മെയിൻ സ്ഥലത്തോട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങാണ്. ഇപ്പോൾ തന്നെ ആക്ച്വലി വൈകുന്നേരമായി, പക്ഷെ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെയിലുണ്ടെങ്കിലും നമ്മൾ കേരളത്തിൽ കിട്ടുന്ന അത്രയും ഒരു ഭയങ്കര കാഠിന്യമുള്ള വെയിലൊന്നും അല്ല. ബട്ട് എൻറ്റയർലി ക്ലൈമറ്റ് തണുപ്പ് തന്നെയാണ് ഇത്രയും വെയിലുണ്ടെങ്കിലും. നോക്ക് ആ സ്ട്രക്ചേഴ്സൊക്കെ നോക്കും, എന്ത് രസമാണെന്ന് അറിയും. ഡാൻസസൊക്കെ അറിയുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഡാൻസൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ റീലൊക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും.
ഞങ്ങൾ സൺസെറ്റിനായിരുന്നു ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സൺറൈസും സൺസെറ്റും ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് പോകുന്ന വഴിക്കുള്ള ഒരു പാടമാണ്. ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ, കാണാൻ ഭയങ്കര ബ്യൂട്ടിയായിരുന്നു. അതാണ് ഞങ്ങൾ സെപ്പറേറ്റ്ലി ഞാനത് വീഡിയോ എടുത്തത്. അങ്ങനെ ഇത് ഒരു ലേക്ക്, ഒരു കായലാണ്. ആ പോകുന്ന വഴിക്ക് ഒരു കായൽ. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇത്രയും പാറ കെട്ടിടമല്ല, പാറകൾ ഇങ്ങനെയുള്ള റോക്സ് ഉള്ള സ്ഥലങ്ങളിൽ ഒരു വലിയ കായൽ, അത് വേറൊരു ബ്യൂട്ടിയാണ്. എനിക്ക് തോന്നുന്നു തുംഗഭദ്ര ഡാമുണ്ട്, അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ളതാണ് അതൊക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ ആ കുറച്ചൊരു ഗേറ്റ് കണ്ടില്ല, ആ ഗേറ്റിൻ്റെ പേരാണ് താഴ്വരഘട്ട ഗേറ്റ്. ആ ഗേറ്റ് വഴി നമ്മൾ പിന്നെ യാത്ര തുടർന്നിട്ട് നമ്മൾ വിഠല ടെമ്പിളിലോട്ട് പോകാനാണ്. സോ ആ ടെമ്പിളിലോട്ട് പോകണമെങ്കിൽ ഇതുപോലെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ 30 രൂപ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമ്മളെ കൊണ്ട് പോകത്തുള്ളൂ. നടന്നു പോകുന്നതും ഉണ്ട്, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്, നടക്കാൻ മടിയുള്ളതുകൊണ്ടല്ല, ഇച്ചിരി മടിയുണ്ടെന്ന് കൂട്ടിക്കോ, എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷേ ഈ വെഹിക്കിളിൽ പോയപ്പോഴാണ്. കാര്യം അതൊരു പ്രത്യേക ഫീലായിരുന്നു. കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ഒരുമിച്ച് പോയപ്പോൾ കുറേ പേര് നടക്കുന്നുണ്ടായിരുന്നു, നല്ലതായിരുന്നു അത്. അത് എന്താ പറയുക, കാര്യം നമുക്ക് തീരെ ലേറ്റ് ആയിപ്പോയി. 5:30 ഒക്കെ ആകുമ്പോഴേക്കും അത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും ബെറ്റർ വെഹിക്കിളിൽ പോകുന്നതായതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും ആലോചിച്ചില്ല, നേരെ അങ്ങോട്ട് തന്നെ വിട്ടു. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി, കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. പലതും പല ടൈപ്പ് ഓഫ് വ്യൂ ആണ്. പിന്നെ നമ്മൾ സൺസെറ്റ് ഇവിടെ നിന്ന് കാണാമല്ലോ എന്ന് കരുതി, അതും കൂടെ ആയിരുന്നു കാര്യം. ഹംപിയുടെ ഏറ്റവും 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 കോർ പ്ലേസ് എന്ന് പറയുന്നതാണിത്. നമ്മൾ ഈ ഹംപി എന്ന് പറയുമല്ലോ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലേസ് ആണ് ഈ ടെമ്പിൾ, വിഠല ടെമ്പിൾ എന്ന് പറയും. സോ എൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ ബോർഡ് വായിച്ചത് വെച്ചിട്ട് പറയുന്നതാണ്. സോ ഇതാണ് ആ ടെമ്പിൾ. ഈ ടെമ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? ഈ കാണുന്ന ഒരു സ്ട്രക്ചർ ഇല്ലേ, രഥം പോലത്തെ സ്ട്രക്ചർ, ഇത് നമ്മുടെ 50 രൂപ നോട്ടിലുള്ളതാണ്. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. സോ എല്ലാവരും വന്നിട്ട് ഹൈലൈറ്റ് ആയിട്ട് വീഡിയോയും ഫോട്ടോയും എടുത്തത് എല്ലാം ഇതിൻ്റെ മുമ്പിലാണ്. കുറേ പയ്യന്മാരും കുറേ പിന്നെ ഇത് സ്കൂൾ സ്റ്റുഡൻസോ ഒക്കെ പിക്നിക്കോ എന്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കാര്യം പബ്ലിക് ഹോളിഡേ അല്ലേ എല്ലാവർക്കും. അപ്പോൾ കുറേ ജനങ്ങളായിരുന്നു ഇവിടെ. പക്ഷേ എല്ലാം കൂടെ ചേർന്നപ്പോഴേക്കും നല്ല നോക്ക്, അതിൻ്റെ തോണിൻ്റെ സ്ട്രക്ചേഴ്സ് നോക്ക്, മൈ ഗോഡ്, പറയാതിരിക്കാൻ വയ്യ, അമ്മാതിരി സ്ട്രക്ചേഴ്സാണ്. ഇതൊക്കെ എങ്ങനെയപ്പാ ചെയ്യുന്നതൊന്ന് ആലോചിച്ച് നോക്ക്, അടിപൊളി. അത് നമുക്ക് ഇതുപോലെ കുറേ കൽമണ്ഡപങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനേ തോന്നില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഓരോ ടെമ്പിൾ, കുഞ്ഞു കുഞ്ഞു ടെമ്പിളാണ് അതിൻ്റെ അകത്ത്. വലിയ ടെമ്പിളിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ടെമ്പിൾ. വിഠല ടെമ്പിൾ എനിക്ക് തോന്നുന്നു വിഷ്ണു റിലേറ്റഡ് എന്തോ ടെമ്പിളാണെന്ന് തോന്നുന്നു, എനിക്കതിനെക്കുറിച്ച് വലിയ പിടിയില്ല, അവൻ നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അങ്ങനെ സൺസെറ്റ് കാണുന്നവരെ നമ്മൾ ഇവിടെ തന്നെ നിന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോഴേക്കും പിന്നെ ലേറ്റായി. പിന്നെ ഇനിയിപ്പോൾ എങ്ങോട്ടും പോകാൻ നമുക്ക് വേറെ സമയമൊന്നുമില്ല. അപ്പോൾ നേരെ ഇനി നമ്മുടെ കഫേയിലോട്ട് തിരിച്ചു പോകുന്നത് തന്നെയായിരുന്നു ഏറ്റവും നമ്മൾ പിന്നെ പ്ലാൻ ചെയ്തൊരു കാര്യം. കഫേസ്, ഇവിടുത്തെ കഫേ ഒന്നും പറയാനിരിക്കുക, സൂപ്പർ കഫേസ് ആണ് കേട്ടോ ഹംപിയിൽ നമുക്ക് സ്റ്റേയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലൊരു കഫേയിൽ സ്റ്റേ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു എൻജോയബിൾ ആയിരിക്കും ഈ ഹംപി എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തേക്ക് പോകാനായിട്ട് 1-2 സ്ഥലങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം നാളെ കണ്ടിട്ട് നാളെ തന്നെ നമുക്ക് തിരിച്ച് ബാംഗ്ലൂർ എനിക്ക് വരികയെന്നാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ പറയുന്നത്, എനിക്ക് ഇത്ര പ്രൊഫഷണലായിട്ട് ഒന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാനെൻ്റെ വായി തോന്നുന്നത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സന്തോഷം. ഞാനപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ